കാർത്തി, എനിക്കിന്ന് രണ്ടിലൊന്ന് അറിയണം. കുറെ ആയി ഞാൻ നിന്റെ പുറകെ നടക്കുന്നു. ഇനിയെങ്കിലും നീ ഒന്ന് പറ, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? ഓഫീസിൽ വെച്ചാണോ ഇതൊക്കെ ചോദിക്കുന്നേ? നീ ഞാൻ ചോദിച്ചതിന് മറുപടി താ. ഓ, നിനക്ക് മറുപടിയാണോ വേണ്ടേ? എന്നാ നീ കേട്ടോ, എനിക്ക് നിന്നെ ഇഷ്ടല്ല. എന്തുകൊണ്ട്? അതും കൂടെ പറ. എനിക്ക് നിന്നെ ഇഷ്ടല്ലാന്ന് പറഞ്ഞില്ലേ? അത് തന്നെ ചോദിച്ചേ, എന്താ റീസൺ എന്ന്. ഓ, അതിപ്പോ എന്താ ഇത്ര പറയാൻ? നിന്റെ ഈ ക്യാരക്ടർ തന്നെ. എന്റെ ക്യാരക്ടറിന് എന്താ കുഴപ്പം? നിനക്ക് പ്രോബ്ലം ഇല്ലായിരിക്കും. 24 മണിക്കൂറും പെമ്പിള്ളാരെ പിറകെ നടക്കുന്ന നിന്നെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത്. നീ എന്നെ തല്ലിയല്ലേ? ഞാൻ നിന്റെ പിറകെ നടക്കുന്നത് കൊണ്ടാ നിനക്ക് ഇത്ര അഹങ്കാരം. ഈ അഭിനന്ദ് ഒറ്റൊരു പെണ്ണിനെ ഇതുവരെ സ്നേഹിച്ചിട്ടുള്ളൂ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഒരു കാര്യം, ഇനി നിന്റെ പുറകെ ഞാൻ വരത്തില്ല. കാർത്തി, നിക്ക്. എന്താ ഇവിടെ നടന്നേ? എന്ത് നടക്കാനീ? നീ എന്താ വൈകോ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അഭി ഇവിടുന്ന് ദേഷ്യത്തിലാണല്ലോ പോയിരിക്കുന്നേ. എന്താ ഇവിടെ നടന്നതേ? അത് നീ പറ. ഇത്ര കലിപ്പായ അഭിയെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അതിന് വലിയ റീസൺ തന്നെ കാണും. എന്താ ഇവിടെ നടന്നത് നീ പറ. ഓ, അതിപ്പോ വലിയ കാര്യമൊന്നുമല്ല. എന്തൊക്കെയാ നീ പറഞ്ഞേ? അഭി സാറിന്റെ സ്നേഹത്തെ നീ വെറും പുച്ഛമായാണോ കാണുന്നേ? നീ ഒരു ദിവസം ലീവ് എടുത്താൽ പോലും അദ്ദേഹത്തിന്റെ വെപ്രാളം ഞങ്ങൾ കാണാറുണ്ട്. എന്ത് ഇഷ്ടാന്നറിയാ നിന്നെ. എന്നിട്ടും നീ അത് തമാശയാക്കി. നിനക്കെന്തെങ്കിലും പറ്റിയാൽ പോലും വേദന സാറിനായിരിക്കും. ഓ, അതിനിപ്പോ ഞാൻ എന്ത് വേണം? നീ എന്താ കാർത്തി ഇങ്ങനെയൊക്കെ? ഇത്രയും ഞാൻ പറഞ്ഞിട്ടും നിനക്ക് അദ്ദേഹത്തിന്റെ സ്നേഹം വെറും പുച്ഛമായി തോന്നുന്നേ? സാറിന്റെ ഫീലിങ്സ് തൊട്ടാ നീ കളിച്ചേ. എന്നിട്ടും നിനക്കൊന്നും തോന്നുന്നില്ലേ? മറ്റൊരാൾ വിഷമിച്ചിരിക്കുമ്പോ എങ്ങനെയാണ് നിനക്ക് ഹാപ്പി ആവാൻ കഴിയുന്നേ? നീ ഒരുപാട് മാറി കാർത്തി. നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ വൈകു? ഇല്ല, ഇത്രയും പറഞ്ഞിട്ടും നിനക്ക് ഒന്നും തോന്നിയിട്ടില്ലെങ്കിൽ എനിക്ക് നീ ഒന്നും പറയാനില്ല. എന്നാ ശരി, എന്നെ കുറച്ച് വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ കാർത്തി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു.